കഴിഞ്ഞ കൊല്ലത്തെ ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നു എന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗത്യന്തരമില്ലാതെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലായി ഏകദേശം 29 ലക്ഷത്തോളം വോട്ടർമാർ ഒഴിവാക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് എന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് രാജ്യത്തോട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോൾ കമ്മീഷൻ തികഞ്ഞ മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരമനുസരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ 25 ലക്ഷമല്ല 29 ലക്ഷമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കിൽ അധികമായി വന്നത് 4 ലക്ഷം വോട്ടുകളാണ് എന്നത്. 29 ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ കമ്മീഷൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ വൻ അട്ടിമറിയുടെ രഹസ്യങ്ങളാണ് ചുരുളഴിയുന്നത്. ഇത് ഹരിയാനയിൽ ഇപ്പോൾ വെളിവാകുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ 2014 മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിലും നിസ്സാരമായ വോട്ട് കൊള്ളയല്ല എന്ന പരമാർത്ഥത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. വോട്ടർ പട്ടികയിൽ പിതാവിൻ്റെയും മകൻ്റെയും പേരുകൾ ഒരുപോലെ ഒരേ വിലാസത്തിൽ തന്നെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുക, ഹരിയാനയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 2 കോടി, ഇതിൽ 29 ലക്ഷം ആളുകളെ പുറത്തു നിർത്തുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഓരോ 8 വോട്ടർമാരിൽ ഏറെ ഒരാൾ വീതം മാറ്റി നിർത്തപ്പെടുന്നു എന്ന അവസ്ഥയാണ്. ഇത് മനസ്സിലാക്കി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എതിർപ്പുകൾ രൂക്ഷമായി എന്ന് കണ്ട് കമ്മീഷൻ BLOമാരെ വീടുകൾ തോറും അയച്ച് പരിശോധന നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഹരിയാനയിൽ 6 മാസത്തെ ഇടവേളയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നതാണ്. കറകളഞ്ഞ വോട്ടർ പട്ടിക പരിശോധന നടത്തുമെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ വോട്ടർ പട്ടിക നടപടികളിൽ വേണ്ടത്ര കാര്യക്ഷമമായി പരിശോധന ആ സമയത്ത് നടത്താതെ ഇപ്പോൾ ആരോപണത്തിന് ശേഷം എന്തുകൊണ്ട് ഇത് നടത്തുന്നു എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് രാജ്യത്ത്. രാഹുൽ ഗാന്ധി പറയുന്നത് 5 കാറ്റഗറികളിലായാണ് വോട്ട് കൊള്ള നടന്നത് എന്നതാണ്. 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെയും 9.31 ലക്ഷം തെറ്റായ വിലാസത്തിലുള്ള വോട്ടർമാരെയുമാണ് തെളിവോടുകൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. 19 ലക്ഷത്തിലധികം പേരും ചൂണ്ടിക്കാട്ടിയ പട്ടികയിൽ വേറെ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞില്ല അധികൃതർ. എങ്ങനെ ഒരു ബ്രസീലിയൻ പൗരത്വമുള്ള വനിത 8 ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്ന ചോദ്യങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ലായിരുന്നു. ഉയർന്ന ആരോപണങ്ങൾ പരാതി എഴുതി നൽകിയാൽ അത് അന്വേഷിക്കാമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തനതായ ശൈലിയിൽ മറുപടി നൽകിയത്. എന്നാൽ ഇപ്പോൾ ഹരിയാന വിഷയത്തിൽ പരാതിയുടെ പിൻബലത്തിൽ കമ്മീഷന് തെറ്റ് ബോധ്യമായി എന്നതുകൊണ്ട് അത് പരിശോധിക്കാൻ BLOമാരെ നിയമിക്കുകയായിരുന്നു. മറ്റൊരു കണക്കിൽ ഗൗരവമായി കണ്ടത് സംസ്ഥാനത്തെ 20 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ 50% വിവരങ്ങളും പഴയ ലിസ്റ്റുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ്. നഗരപ്രദേശങ്ങളിലെ വോട്ടർ പട്ടികയിലാണ് ഇത്തരത്തിൽ അട്ടിമറികൾ നടന്നത്. ഈ 50 സീറ്റുകളിൽ 16 സീറ്റുകളിലും വിജയിച്ചത് BJP സ്ഥാനാർത്ഥികളാണ്. ബാക്കിയുള്ള 3 സീറ്റുകൾ കോൺഗ്രസും 1 BJP പിന്തുണയുള്ള സ്വതന്ത്രനും നേടി. 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ 2024 ലിസ്റ്റുമായി താരതമ്യം ചെയ്തപ്പോഴാണ് അന്തരം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ കടുത്ത പ്രതികരണവുമായി അവിടെ രംഗത്ത് വന്നു. ഹരിയാനയിലെ ഈ 29 ലക്ഷം എന്ന കണക്ക് വെളിവാക്കുന്നത് വൻ വോട്ട് അട്ടിമറിയുടെ രൂക്ഷമായ തെളിവുകളാണ്. ഇതാണ് കുമാരി ഷെൽജിയും റാവു നരേന്ദ്ര സിംഗും അവിടെ എടുത്തു പറഞ്ഞത്. ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണിതെന്നും അവർ പറഞ്ഞു. 20 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ പേരുകൾ മാറി വോട്ട് നഷ്ടപ്പെട്ടതും തുടർന്ന് അവിടെ BJP ജയിച്ചതും ഏറെ സംശയത്തോടെയാണ് രാഹുൽ ഗാന്ധി കാണുന്നത്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടർ അട്ടിമറികൾ മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത്. ഹരിയാന വഴി ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ വോട്ട് തട്ടിപ്പ് തുടരും എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. BJP ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തുന്ന വ്യാപക വോട്ടിംഗ് തട്ടിപ്പിൻ്റെ പിന്നാലെ കൊണ്ടുവന്ന EVM തട്ടിപ്പും രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായത്തെ തകർത്ത് കളയുന്ന നീക്കമാണ്. ഇങ്ങനെ രാജ്യത്ത് BJPയും മോദിയും തങ്ങളുടെ അധികാരമുറപ്പിക്കാനായി ഏത് നെറുകെട്ട രീതിയും നടപ്പാക്കുമ്പോൾ സത്യത്തിൽ ഇന്ത്യ
തീച്ചൂളയിൽ അകപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഹരിയാനയിൽ നിന്നും പുറത്തുവരുന്ന പുതിയ വിവരമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP ജയിച്ചു കയറിയതിൻ്റെ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഹരിയാനയിലെ ഈ റിപ്പോർട്ട്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കുറ്റസമ്മതം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി കോടതിയിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ്, 90 സീറ്റുകളിലും തിരഞ്ഞെടുപ്പിനുള്ള വഴികളാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ വന്നാൽ അത് BJPയുടെ വധമായിരിക്കും സാധ്യമാക്കുക. വോട്ട് കൊള്ള കൊണ്ട് BJP നേടിയ അധികാരം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ വോട്ടർമാർ ജാഗരൂകരായി കഴിഞ്ഞു. ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന അവർ പുതിയ മാറ്റത്തിനായി ഒരു കുതിപ്പ് നടത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അത് രാജ്യത്ത് നിന്ന് BJPയെ തകർത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്ന കാലമായി മാറും. BJP RSS സംഘപരിവാർ പാർട്ടികൾ കിരാത താണ്ഡവമാടി രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും തകർത്ത് അധികാരഗർവിൽ മുങ്ങിക്കുളിച്ച രാജ്യത്തെ ശിഥിലീകരിക്കുന്നതിൽ കടുത്ത അമർഷത്തിൽ പ്രതികരിക്കുന്ന അവസ്ഥയായി രാജ്യമൊട്ടാകെ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തെളിഞ്ഞത് കേരളത്തിലും തെലങ്കാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം വിജയ കൊടി പാറിക്കുന്ന കോൺഗ്രസ് പുതിയ ഊർജത്തിൽ കുതിക്കുന്നതാണ്. ആസമിൽ 126 നിയമസഭാ സീറ്റുകളിൽ 70 സീറ്റുകൾക്ക് മുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്നാണ് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സി വോട്ടർ സർവേയും റിപ്പബ്ലിക്കൻ ചാനൽ സർവേയും ആക്സസ് മൈ ഇന്ത്യയുടെ സർവേയും പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കോൺഗ്രസിൻ്റെ ഈ മുന്നേറ്റം വ്യക്തമാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 75ഉം BJP 38ഉം AIUDF 9ഉം മറ്റുള്ളവർ 4ഉം എന്ന തരത്തിലാണ് സർവേ ഫലം പറയുന്നത്. ഈ പറഞ്ഞ 3 സർവേ ഫലങ്ങളും തെളിയിക്കുന്നത് BJPക്കെതിരെ ഉയരുന്ന തരംഗവും കോൺഗ്രസ് അനുകൂലമായി കുതിച്ചു കയറ്റവുമാണ്. ഇത് ഇനി രാജ്യത്ത് വ്യാപിക്കുമെന്ന് മാത്രമല്ല, വെറും കുമിളകളിൽ കെട്ടിപ്പൊക്കിയ അടിത്തറയില്ലാത്ത ഊതി വീർപ്പിക്കുമ്പോൾ അത് അധികകാലം നിലനിൽക്കില്ല എന്നതിൻ്റെ തെളിവാണ് രാജ്യത്ത് വ്യക്തമാകുന്നത്. എന്നാൽ BJPയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് UPയിൽ നിന്നും പുറത്തു വരുന്ന 2.89 കോടി വെട്ടിമാറ്റിയ കണക്കുകൾ BJPയിൽ തന്നെ ആശങ്ക ഉളവാക്കി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തത് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലാണ് എന്നത് കണക്കുകൾ പറയുന്നുണ്ട്. ഏകദേശം 30% വോട്ടുകളാണ് അവിടെ മാറ്റപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഗാസിയാബാദ് 28%, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങളായ ബൽറാംപൂർ, കാൺപൂർ, പ്രയാഗ്രാജ്, മീററ്റ്, ഗൗതം ബുദ്ധ നഗർ, ഹാംപൂർ, സഹാറൻപൂർ, ആഗ്ര എന്നിവിടങ്ങളിൽ നിരവധി വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJPക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000 മുതൽ 20,000 വരെ വോട്ടുകൾ വിജയിച്ച നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് ഏകദേശം 1 ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ പോൾ ചെയ്തു എന്നതല്ലേ അർത്ഥം? അപ്പോൾ അവരുടെ വിജയം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? എന്തായാലും മോദിക്കെതിരെ രാജ്യത്ത് ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. മോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോടതിയിലേക്ക് ഒഴുകിയ പരാതികളിൽ എന്ത് നിലപാട് എന്ന് കാത്തിരിക്കുകയാണ് ജനം. കാത്തിരിക്കാം നമുക്ക്. കോടതിയുടെ തീരുമാനം നീതിയുക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.